മലബാറിലെയും മലപ്പുറത്തെയും വിശ്വാസികളുടെ കാര്യം എപ്പോഴും ഞാൻ വളരെ ഉയർത്തിയും പുകഴ്ത്തിയും പറയാറുണ്ട്. അവരുടെ സേവന സന്നദ്ധത, അവർക്കിടയിലുള്ള പരസ്പര വിശ്വാസം, സ്നേഹം, ആതിഥ്യ മര്യാദ, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മാത്രമല്ല, പലപ്പോഴും മതപരവും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ എല്ലാ അർത്ഥത്തിലും സമർപ്പിതമായ മനസ്സോടെ സ്നേഹസേവന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് നിങ്ങളാണ്. പക്ഷേ പറയാതെ വയ്യ, ഈ കല്യാണം അതുപോലെയുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന യാതൊരു നീതീകരണവുമില്ലാത്ത അഹങ്കാരഭാവങ്ങളിലുള്ള പ്രവൃത്തിയും ധൂർത്തുമൊക്കെ അതും ഒരു മതത്തിനും വിശ്വാസത്തിനും അപമാനമാണ്. അതിങ്ങനെ അപമാനമാണെന്നുള്ളത് പോട്ടെ, ധാരാളം അർഹരായ ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളുടെ ഈ തിളക്കമാർന്ന സേവന പ്രവർത്തനങ്ങളുടെ വാചാലതയ്ക്ക് നടുവിലും എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൂടി പറയാതിരുന്നാൽ ശരിയാകില്ലെന്നുകൊണ്ടാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ച് പറയുന്നത്. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് മലബാർ. മലപ്പുറം, മലബാറിലെ മനുഷ്യരൊക്കെ അവരുടെ സ്നേഹം, ആതിഥ്യ മര്യാദ, എന്ത് നൽകാനുള്ള ഇഷ്ടം, അത് ഏറ്റവും പ്രായമായ ഉമ്മ മുതൽ ഏറ്റവും ചെറിയ കുഞ്ഞുങ്ങളിൽ വരെ പലപ്പോഴും കാണാവുന്നതാണ്. അതൊരു വ്യക്തിപരമായ സ്നേഹോഷ്മളത ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്, ആഗ്രഹിക്കുന്നതാണ്, എപ്പോഴും ഇഷ്ടപ്പെടുന്നതുമാണ്. മറ്റൊരു സവിശേഷമായ പ്രത്യേകത, സ്നേഹസേവന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഒരു അർപ്പിത മനോഭാവമാണ്. യാതൊരു തർക്കവുമില്ലാത്തതാണത്. ഏത് സാമ്പത്തിക സഹായങ്ങളുടെ, സേവനങ്ങളുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും നിങ്ങൾ കാണിക്കുന്ന താല്പര്യം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ മുഖ്യമാണ് ഈ വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലിയെടുക്കുന്ന മലബാറുകാരായ മനുഷ്യർ, അവരുടെ കൂട്ടായ്മകൾ, സംഘടനകളൊക്കെ അടക്കമുള്ളവരുടെ ഒരു വലിയ ഇടപെടൽ, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം. മൂന്നാമതായി, നിങ്ങൾ പലപ്പോഴും മറ്റൊന്നുമില്ലാതെ, മറ്റൊന്നും നോക്കാതെ വളരെ വൈകാരികമായ ഒരു ആവശ്യത്തിന് ചേർന്ന് നിൽക്കുന്നവരും അത്തരം വിശ്വാസമുള്ളവരും ഒക്കെയാണ്. നിങ്ങളുടെ മേഖലകളിൽ ഒരുപാട് മതപരമായ സ്ഥാപനങ്ങൾ നിങ്ങളുടെയൊക്കെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ സന്തോഷകരവുമായ കാര്യമാണ്. എന്നാൽ ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ എക്സ്പ്ലോർ മലബാർ എന്നൊക്കെ പറയുന്നത് പോലെ ടൂറിസത്തിൽ നമ്മൾ അന്വേഷിക്കുക മലബാറിൻ്റെ വിഭവങ്ങൾ, മലബാറിൻ്റെ സുഖങ്ങൾ, സന്തോഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട്, ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതിലൊന്നാണ് വിവാഹം അതുപോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഭ്രാന്തൻ വികാരങ്ങൾ. പറയാതെ വയ്യ, അത് പല രൂപത്തിലും പല ഭാവത്തിലുമാണ്. കാസർഗോഡ്, കണ്ണൂർ പ്രദേശത്ത് നിന്ന് അതിപ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് കൂടി കടന്നു വന്നിട്ടുണ്ട്. എന്തെല്ലാം കോപ്രായങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, എന്തെല്ലാം ധൂർത്തുകൾ, എന്തെല്ലാം അഹങ്കാരങ്ങൾ. സന്തോഷിക്കുന്നതിന് ആരും എതിരല്ല, പക്ഷേ ആ സന്തോഷിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ സന്തോഷത്തിന് അതിൻ്റേതായ ചില വളയങ്ങളുണ്ട്. കൂടാതെ അത്തരം സന്തോഷങ്ങൾ കുടുംബക്കാർക്കിടയിലാണെങ്കിൽ അത് കുടുംബക്കാർക്കിടയിൽ അവസാനിപ്പിക്കത്തക്കതിൻ്റെ ആഴവും വ്യാപ്തിയും നിറവുമൊക്കെ അതിനുണ്ടാകാവൂ. എന്നാൽ തെരുവുകളിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തേണ്ട രീതിയിൽ, കോമാളി വേഷം കെട്ടുന്ന രീതിയിൽ എന്തെല്ലാം കോപ്രായങ്ങളാണ് പലപ്പോഴും അവിടങ്ങളിൽ നടക്കുന്നത്. അത് നിങ്ങൾ നൽകുന്ന നന്മകൾ പോലെ തന്നെ നിങ്ങൾ നൽകുന്ന ഒരു തെറ്റായ സന്ദേശമാണ്. അതുമാത്രമല്ല, അതിനുവേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന തുക, പലപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ കാണിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നവർ പറയുന്നത് അവർ വലിയ ദീനീ സേവകരാണ്, ഒരുപാട് സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നവരാണ്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്, വീട് വെച്ചു കൊടുക്കുന്നവരാണ്. എനിക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾ ഈ ചിലവഴിക്കുന്ന ആ ചിലവ് കൂടി കുറച്ച്, അതിൻ്റെ അഹങ്കാരഭാവവും ആഡംബരഭാവവും കുറച്ച്, അതിനെ കുറച്ചുകൂടി ഒരു മര്യാദയിൽ ചിലവഴിച്ചാൽ അർഹതയുള്ള ഒരുപാട് മനുഷ്യർ ഇപ്പോഴുമുണ്ട്. ഇങ്ങ് തെക്കൻ കേരളത്തിലും മലബാറിനെ അറിയാവുന്നവരുടെ ഇടയിലുമൊക്കെ മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു പളവളപ്പും, വാഹനത്തിൻ്റെ ഒരു തിളക്കവും, ഭക്ഷണത്തിൻ്റെ ഒരു വൈവിധ്യവുമൊക്കെയാണ് ഓർമ്മ വരുന്നത്. പക്ഷേ അതിനുള്ളിൽ ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഒത്തിരി പേർ, ഒരു ഉദാഹരണം ഞാൻ പറയാം. തെക്കൻ കേരളത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെയോ സ്വന്തം വീടും കൂടും പോലും നോക്കാത്തവൻ രണ്ടാമത് കല്യാണം കഴിക്കാനായി അവിടേക്കാണ് വരുന്നത്. അവിടെ വരുമ്പോൾ കെട്ടിച്ചു കൊടുക്കാനായി മഹല്ലുകൾ നിൽക്കുകയാണ്. കണ്ടീഷനായി പറയുന്നത് വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അവരുടെ ചെലവിന് ഇന്നത് കൊടുക്കണം. ഈ വന്നവൻ ആരാണെന്നും അവൻ്റെ ഇവിടുത്തെ ചുറ്റുപാട് എന്താണെന്നും അത്തരത്തിൽ ഒരു വിവാഹാലോചനയുടെ പാരസ്പരികതയുമില്ല. അങ്ങനിപ്പം നമ്മൾ സാധാരണ ഏതെങ്കിലും മാടിനെ വിൽക്കുന്ന ചന്തയിൽ പോയാൽ പോലും അങ്ങനെ വാങ്ങാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ ഇപ്പോഴും
ഈ വിവാഹത്തിന് തയ്യാറാകുന്ന സ്ത്രീകളുണ്ട് എന്നുള്ളത് അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെയും പ്രതിസന്ധിയുടെയും പ്രശ്നങ്ങളുടെയും കാരണമാണ്. ഞാനൊരിക്കലൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി, ആ സുഹൃത്തൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്, രണ്ടാം വിവാഹത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തപ്പോൾ മലബാറിൽ നിന്ന് ഒരു ആദ്യ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് ആ നമ്പറിൽ വിളിച്ചത്. അതിന് കോൺടാക്ട് നമ്പർ കൊടുത്തിരുന്നത് ഒരു മുസ്ലിം സുഹൃത്തായ എൻ്റെ സുഹൃത്തിൻ്റെ നമ്പറാണ്. അപ്പോൾ വിളിച്ചപ്പോൾ അയാൾ ചോദിച്ചു, എന്താ പേര്? അത് ഇന്നതാണ്. അത് ഇന്നയാളുടെ പേര് ഇങ്ങനെയാണ്, പിന്നെ എങ്ങനെ വിവാഹം ശരിയാവുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഉമ്മ പണ്ടേ മരിച്ചു, ഞങ്ങൾ 3 പെൺകുട്ടികളുണ്ട്, ഉപ്പ വൃദ്ധനാണ്, കെട്ടിക്കാൻ മാർഗമില്ല, അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ ഉപ്പ പറഞ്ഞത്ര ഏത് ജാതിയായാലും വേണ്ടിയില്ല, പോയി ആരുടെയെങ്കിലും കൂടെ സുരക്ഷിതമായി ജീവിക്കാൻ. മരണപ്പെടാൻ പോകുന്ന നിർവാഹമില്ലാത്ത ഗതിയില്ലാത്ത ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് അവിടെ. നമ്മളതിനെ വിശ്വാസം വെച്ച് തൂക്കുമ്പോൾ അയാൾ സ്വർഗത്തിലാണോ, വിവാഹം സാധുവാണോ എന്നൊക്കെ പറയും. പക്ഷേ അയാളുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു വശത്ത് അതിൻ്റെ തൊട്ടടുത്തോ സമീപത്തോ ഈ മാമാങ്കം മുഴുവൻ നടത്തുന്നത്. നിങ്ങൾ ഈ കാശ് മുഴുവൻ വാരി സ്ഥാപനങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, തെക്കൻ കേരളത്തിൽ 30 ദിവസം നമ്മൾ പള്ളിയിൽ പോയാൽ 30 ദിവസവും 2 or 3 വഖത്തുകൾക്ക് സാമ്പത്തിക സഹായത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് ആ പ്രദേശത്തുനിന്ന് വരുന്നവരാണ്. അപമാനിക്കാൻ പറയുമല്ല, അവിടെ അത്രമേൽ അർഹതയുള്ള ആളുകളുണ്ട്, അവകാശികളുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ദയവായി മറ്റു പലതിനുമുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് പോലെ മഹല്ലുകൾ നിർബന്ധമായി ഈ അഹങ്കാരത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നിട്ട് അർഹരായ മനുഷ്യർ അവിടെ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അത് വളരെ നിർബന്ധമായ കാര്യമാണ്. അത് പറയേണ്ടത് എൻ്റെ ബാധ്യതയും.